ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളുമാണ്. അതുപോലെ തന്നെ ഒരു തുള്ളി എണ്ണ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തത്. അത് ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. അതും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഞാനിവിടെ 1/4 കപ്പ് വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സറിൻ്റെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുക്കാത്ത അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് എരിവിന് പാകത്തിന് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. പേസ്റ്റായിട്ടോ ചതച്ചിട്ട് വേണമെങ്കിലോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ആ ഒരു മുട്ടയുടെ പറ്റിലും അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വരും. അതിൻ്റെ ആ ഒരു പറ്റിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഇതിനായിട്ടൊരു സോസ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മയണൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസ് ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡിപ്പ് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കൂട്ട് ഞാനിവിടെ 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് തന്നെയാണുള്ളത്. ഇതിനി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു പാനിലേക്ക് ഒരല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തവി ഉപയോഗിച്ചോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വേറൊരു പാനിലേക്ക് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു പാനിലേക്കാണ് ഇത് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ ഇതാ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പെരി പെരി മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊരല്പം ആറി വന്നതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഡയറ്റിലാണെങ്കിലും ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുതേ.